നമ്മോടൊപ്പം അപ്പൊ ഇപ്പൊ ഉള്ളത് ഒരേ ഹോസ്റ്റലിൽ ഒരുപോലെ പഠിച്ച് നല്ല ഉയർന്ന റാങ്ക് ഒരുപോലെ വാങ്ങിച്ച മിടുക്കി കുട്ടികളാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അവരുടെ പേരും സ്ഥലവും അതുപോലെ അവർക്ക് കിട്ടിയ റാങ്കും അല്ലെങ്കിൽ മാർക്ക് എത്രയാന്നുള്ളത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് ഫർഹീൻ, സ്ഥലം മലപ്പുറത്ത് നിന്ന് വരുന്നു. എനിക്ക് മാർക്ക് കിട്ടിയത് 675 ആണ്. ഞാൻ സിയ, ഞാൻ വരുന്നത് കണ്ണൂരിന്ന്. എനിക്ക് 688. ഞാൻ അൽഫിയ, ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. എന്റെ മാർക്ക് 663. ഞാൻ നിഹാല ചെബിൻ, മലപ്പുറത്ത് നിന്ന് തന്നെ 695. മിനമോൾ, സ്കോർ 675, മലപ്പുറത്ത് നിന്ന് വരുന്നു. എന്റെ പേര് മെർലിൻ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എന്റെ സ്കോർ 695. എല്ലാവരും സെയിം ഹോസ്റ്റലായിരുന്നല്ലേ പറഞ്ഞേ? ഏത് ഹോസ്റ്റലായിരുന്നു? എമറാൾഡ്. ഓ, എമറാൾഡ് എന്ന് പറയുമ്പോ തന്നെ അവരുടെ ഒരു പവർ ഒന്ന് നോക്കിക്കോണേ. മറ്റ് ഗാങ് ആയിട്ട് പഠിച്ച് ഒരുമിച്ച് വന്നവരാ. അപ്പൊ നിങ്ങള് കഴിഞ്ഞ വർഷം ഓർത്തിരുന്നോ ഇന്നിങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന്? നിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങള് അധികം പേരും റിപ്പീറ്റേഴ്സ് ആണ്. അപ്പോ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷെ ഈ വർഷം എന്തായാലും ഇങ്ങനെ നിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഈ മോഡൽ എക്സാംസും അതുപോലെ വീക്ക്ലി എക്സാംസും ഒക്കെ ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു? അതൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്ത് വന്നിരുന്നത്? വീക്കിലി ആയിരുന്നപ്പം അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ലൈക്ക് കുറച്ച് പോർഷൻസേ ഉള്ളൂ. അപ്പൊ നമുക്കിങ്ങനെ കോപ്പപ്പ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ മോഡൽസ് ഒക്കെ ആയിരിക്കുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ കൂടി, ലൈക്ക് കുട്ടികളും കൂടി. അപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ കേറും എന്ന് ലൈക്ക് അതായത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനുള്ള റിസൾട്ട് എന്തായാലും വരണമല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ? ബ്രില്യന്റിൽ ഒരു വർഷം അല്ലെ പഠിച്ചു. അപ്പൊ അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാനുണ്ട് മോൾക്ക്? ഞാനിതിന് മുന്നേ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓൺലൈൻ ആയിട്ടാണ് ചെയ്തത്. അപ്പൊ എനിക്ക് ആക്ച്വലി ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. എനിക്ക് സ്ട്രെസ് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ബ്രില്യന്റിൽ വന്നിട്ട് എനിക്ക് ആക്ച്വലി അത്ര സ്ട്രെസ്, പൊതുവെ പുറത്തൊരു ഇതുണ്ട്, ബ്രില്യന്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു ഭയാനകമായ ഒരു അറ്റ്മോസ്ഫിയർ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. എനിക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട്, ഇപ്പൊ ക്ലാസ് ടീച്ചർ ആണെങ്കിലും എന്റെ ക്ലാസ് ടീച്ചർ നന്ദന മിസ് അടിപൊളിയാണ്. അങ്ങനെ ഹോസ്റ്റലിലാണെങ്കിലും ആ ഒരു റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനും വലിയ സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ബ്രില്യന്റിലുണ്ട്. പിന്നെ നമ്മൾ ഓരോ 3 സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ ഓരോ സബ്ജക്ട് നിങ്ങൾ ഓരോ രീതിയിലാവും പഠിക്കുക. അപ്പം 6 പേരും 6 ഡിഫറെന്റ് മെത്തേഡിലാണ് പഠിക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? അതായത് ഏതായിരുന്നു കൂടുതൽ ടഫ് ആയിരുന്നത് നിങ്ങൾക്ക്? ടഫ് ഏതാന്ന് വെച്ചാൽ ഫിസിക്സ്, ഒബ്വിയസ്ലി ഫിസിക്സ് തന്നെ. അപ്പം ഫിസിക്സ് അതിന് നമ്മുടെ ഇതിലേക്ക് എത്തിക്കാൻ അത് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. അതിൽ ബ്രില്യന്റ് പ്രൊഫസേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവരുടെ ട്രിക്സും അവരുടെ പേപ്പേഴ്സ് ഒക്കെ. പിന്നെ ബയോളജി തന്നെ ശ്രീജിത്ത് സാറിന്റെ ഒക്കെ പേപ്പേഴ്സ് അതൊക്കെ ലൈക്ക് മെമ്മറിയാ. നിങ്ങൾക്ക് കോൺകർ ചെയ്യണമെങ്കിൽ എക്സാം എഴുതുമ്പം ഫസ്റ്റ് ഫിസിക്സ് എഴുതുക. ജോർജ് സർ ഫസ്റ്റ് തൊട്ടിട്ട് പറയുന്ന ഒരു ട്രിക്കാണിത്, ഫസ്റ്റ് ഫിസിക്സ് എഴുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ എക്സാം എഴുതുമ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് ലാസ്റ്റ് മോഡൽ എത്തിയപ്പം ഫിസിക്സ് കുറച്ചും കൂടിയും ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നി. അപ്പൊ അത് എനിക്ക് ഹെൽപ്ഫുൾ ആയി. ട്രൂ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ട്? ഏതെങ്കിലുമൊക്കെ ടൈമിൽ ബാക്ക് ഓഫ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയ സമയത്ത് മുന്നേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ജസ്റ്റിസ്, ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഒരു ടൈമില്, നല്ല ഡൗൺ. എൻ്റെ റൂംമേറ്റ് ആണ്, ഇവർക്കറിയാം. വീട്ടിലെന്നും വിളിച്ച് കരയോ അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ക്ലാസ് ടീച്ചർ ജസ്റ്റിസ് സാർ എടുത്ത് കൊണ്ടുവന്ന് എനിക്ക് 680 മാർക്ക് കൺഫേം എന്ന് പറഞ്ഞ്. എനിക്ക് ആദ്യം 680 ആയിരുന്നു. ഇപ്പോൾ 5 മാർക്ക് കുറഞ്ഞുകൊണ്ട് 675 ആയി. അപ്പോൾ ഞാൻ അന്നിങ്ങനെ സാറ് നന്നായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിരുന്നു. ആ ഒരു അന്ന് ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് പോയിരുന്ന ഞാൻ ചിരിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നല്ലൊരു മോട്ടിവേഷനും എൻ്റെ ഒരു ഇതിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നത് സാറിൻ്റെ ആ ഒരു ഇത് കെട്ടിക്കൊണ്ടിരിക്കും. ഒരു ഡ്രീം ക്യാമ്പസ് എല്ലാവർക്കും കാണുമല്ലോ. ഈ എൻട്രൻസിന് വേണ്ടി വരുമ്പോ തന്നെ ഞാൻ ഡോക്ടർ ആകും, ഇന്നതൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്നൊക്കെ നിങ്ങൾ തന്നെ ഡ്രീം ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഓരോരുത്തരുടെ ഡ്രീം ഒന്ന് പറയോ, ഡ്രീം ക്യാമ്പസ് ഏതാന്ന്? എനിക്ക് കോഴിക്കോടാണ്, കാരണം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒന്നിച്ചടിച്ചു വിളിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ കോട്ടയം ആണ്. എനിക്ക് കോഴിക്കോട് ക്യാമ്പസ് എയിംസ് ചെയ്യണു. പക്ഷെ എയിംസ് ഡൽഹി കിട്ടാൻ എന്തായാലും സ്കോപ്പില്ല. അപ്പൊ പിന്നെ ജിപ്മർ അതും വലിയ ഇതില്ലാത്തതുകൊണ്ട് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ, മേ ബി അവിടെ തന്നെ ആയിരിക്കും. എനിക്ക് എറണാകുളം കിട്ടിയാൽ. എനിക്ക് എല്ലാരെയും പോലെ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോടിനോടൊരു മൊഹബത്തുണ്ട്. എനിക്ക് കോഴിക്കോടിന് മൊഹബത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എപ്പോഴും മൊഹബത്തിന്റെ പോലെ നടക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് തൃശ്ശൂർ കയറണം എന്നാണ് വിചാരിക്കുന്നത്. കിട്ടുവാണെങ്കിൽ അവിടെ കയറണം. തൃശ്ശൂരാണെങ്കിലും കാലിക്കറ്റ് ആണെങ്കിലും ഒട്ടും മോശമല്ല അല്ലെ? പിന്നെ നമ്മളെപ്പോഴും എല്ലാവരും ഇങ്ങനെ പറയും ക്യാമ്പസ്, ഏറ്റവും നല്ല ക്യാമ്പസ് ഏതാണ് അത് ചൂസ് ചെയ്യണം. പക്ഷെ നമ്മള് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് അടുത്തും ഇപ്പൊ 5 വർഷമുണ്ട്. അപ്പോൾ സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. അത്ര എളുപ്പമല്ല. അപ്പൊ നമ്മൾ അടുത്ത് നമുക്ക് ഇങ്ങനെ പോയി വരാൻ പറ്റുന്ന ഒരു ക്യാമ്പസും കൂടെ പ്ലസ് നല്ലൊരു ക്യാമ്പസ്, അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
അപ്പൊ നിങ്ങളെല്ലാരും ഒരു ഹോസ്റ്റലിലാണ്, ചിലരൊക്കെ ഒരു റൂമിലാണ്, ഒരു ഫ്ലോറിലുള്ളവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹോസ്റ്റലിന്റെ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ പറഞ്ഞു സ്ട്രെസ് ഉണ്ടായിരുന്നു, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ എങ്ങനെ, നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ അല്ലെ, അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ വരാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ഹോസ്റ്റൽ അങ്ങനെ എങ്ങനെ പഠിക്കണ്ടേ, അങ്ങനെ മൊത്തത്തിൽ എങ്ങനെയായിരിക്കും, സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താ ഷെയർ ചെയ്യാനുള്ള ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു? നമ്മൾ നല്ല അടിച്ചു പൊളിച്ചിട്ടാണ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നത്. ലൈക്ക് അതായത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ട്രെസ് അടിച്ചിട്ട് ഒരിക്കലും സ്ട്രെസ് കൂടെ നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ അങ്ങനൊക്കെയാണ് പഠിച്ചത്. ഹോസ്റ്റലിനെ പറ്റി പറയുമ്പോൾ വാർഡൻസിന് നമ്മൾ മറക്കരുത്, നമ്മളെല്ലാവരും എമറോളിലെ ആൾക്കാരാണ്. അപ്പോൾ വാർഡൻസ് ഇന്ത്യു മിസ്, അശ്വതി മിസ്, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാലും നമുക്ക് ലൈക്ക് അവരത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അതിനെപ്പറ്റി ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഹോസ്റ്റൽ വാസ് സോ സപ്പോർട്ടീവ്. അത് എന്തെങ്കിലും നമ്മളെ ഭാഗത്തുനിന്ന് പറ്റിയാൽ തന്നെ അത് അപ്പോഴേ ഉള്ളൂ, മൊമെന്ററി ആയിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനെ പിടിച്ചിട്ടൊന്നും അങ്ങനെയില്ല. അതുകൊണ്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റി. ഹോസ്റ്റലിൽ ശരിക്കും അടിപൊളിയാണ്. പിന്നെ ഫുഡ് സൂപ്പറാണ്. അതാണ് ബിരിയാണി എല്ലാം നല്ല മിസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, പിന്നെ പപ്സ്. ഞങ്ങള് സെയിം റൂമായിരുന്നു. ഞാൻ ആദ്യം റൂംമേറ്റിനെ കുറിച്ച് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണല്ലോ, എങ്ങനെ ഫസ്റ്റ് വരുമ്പോ എങ്ങനെ ആരായിരിക്കും നമുക്ക് ഭീകരിയായിരിക്കും അല്ലെ, ഡീൽ ചെയ്യാൻ പറ്റുമല്ലേ? ഇവളെ പറ്റി ഇവിടെ വന്ന ടൈമിൽ ഞാൻ കണ്ടേ ഉണ്ടായിരുന്നില്ല. ഇവളിങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു ടൈപ്പ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നല്ലൊരു റൂംമേറ്റ് കിട്ടി. പിന്നെ ഞങ്ങളൊരു സിസ്റ്റേഴ്സിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ഒക്കെ ചെയ്ത് നല്ല വൈബായിരുന്നു. ഞങ്ങള് ഒരു ഗ്യാങ് ആയിരുന്നു. അപ്പൊ ഞങ്ങള് ഒന്നിച്ചിരുന്ന് പഠിക്കും, മേലെ അങ്ങനെ സ്റ്റഡി ഹോളിലൊക്കെ പിടിക്കാറൊക്കെ ഉണ്ട്. അതെ, ഉണ്ട്. പക്ഷെ എന്തായാലും എൻജോയ് ചെയ്താ പഠിച്ചത്. അപ്പൊ ഒരു എൻജോയ് ചെയ്ത് പഠിച്ചൊരു ഗ്യാങ് തന്നെയാ. നമുക്ക് ഇവരുടെ സീരിയസ് ആയിട്ട് അത്യാവശ്യം വിശേഷമൊക്കെ അറിഞ്ഞു. നമുക്ക് ചെറിയൊരു റാപ്പിഡ് ഫയർ സെക്ഷൻ കൂടെ വെക്കാം. ഇവരുടെ കുറച്ച് ഉള്ളിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. നമ്മൾ 2 ഓപ്ഷൻസ് തരും, അതിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോവാ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? ഞാൻ നൈറ്റ് പേഴ്സൺ ആയിരുന്നു. രാത്രി പഠിച്ചിട്ട് 6 മണി വരെ പഠിക്കണ ഒരാളായിരുന്നു ഞാൻ. 6 മണിക്കാ ഉറങ്ങുന്നത്. ഞാനും നൈറ്റ് പേഴ്സൺ ആയിരുന്നു. ഞാനും നൈറ്റ് പേഴ്സൺ ആയിരുന്നു. എനിക്ക് അങ്ങനൊന്നുമില്ല. ഞാന് ലൈക്ക് കുറച്ച് ദിവസം ചിലപ്പോൾ രാവിലെ പഠിക്കും, പിന്നെ അത് നടക്കുന്നില്ല എന്ന് വെച്ചാൽ ഈവനിങ് പഠിക്കും. എനിക്കും അങ്ങനെയില്ല. ഞാന് മോർണിംഗ് തീരെ പറ്റില്ല, പക്ഷെ നൈറ്റ് അധികം പറ്റില്ല. അപ്പൊ പറ്റുമ്പോ പറ്റും, അത്രേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെ. എനിക്ക് നല്ല ഞാൻ പഠിക്കാറുള്ളൂ. ഇങ്ങനെ പഠിച്ചാലും പഠിക്കുന്നത് കൃത്യമായി പഠിച്ചാൽ മതി, അതാണ് കാര്യം അല്ലെ. ഇനി പഠിക്കുമ്പോൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നോക്കിയിട്ട് കാര്യമില്ല, ക്വാളിറ്റേറ്റീവ് ആയിട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. പഠിക്കുന്ന ടൈമിൽ എന്താണോ പഠിക്കുന്നത് അത് വൃത്തിക്ക് പഠിക്കാനേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പഫ്സ് ഓർ സാൻഡ്വിച്ച്? ബ്രില്യന്റിലത്തെ പഫ്സ് ഓർ സാൻഡ്വിച്ച്? എനി ടൈപ്പ് ബ്രില്യന്റ് പബ്സിന് ഭയങ്കര ഫാൻസ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ബ്രില്യന്റിലെ ഹോർലിക്സ് ആണോ ബൂസ്റ്റ് ആണോ? രണ്ടുമല്ല, ഫിൽറ്റേഡ് കോഫി. എല്ലാ ദിവസം കുടിച്ചാൽ ക്ലാസ്സിലൊരു ഉണർവുള്ളൂ. ചായ കേട്ടോ ബെറ്റർ. നമ്മൾ ചായന്റെ ആൾക്കാരാണ്. ബൂസ്റ്റ് ഹോർലിക്സ് ഒന്നുമല്ല, ചായയും കാപ്പിയും ഒക്കെയാണ് അവരുടെ ഹെൽത്തിന്റെ സീക്രട്ട് എന്ന് അവര് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലൈൻ ആയിരുന്നോ ഓഫ്ലൈൻ ആയിരുന്നോ? ഓഫ്ലൈൻ. അതുപോലെ ഞാൻ ഒരു കോമ്പറ്റീഷൻ വെക്കാണ്, ഫിസിക്സ് ഓർ കെമിസ്ട്രി? ഫിസിക്സ്. ഫിസിക്സ് ടീച്ചർ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹോസ്റ്റൽ പഠിത്തമായിരുന്നോ റെഫറൻസ് പഠിത്തമായിരുന്നോ ഇഷ്ടം? ഹോസ്റ്റൽ. റെഫറൻസിനാ ഞാൻ പോലെ. അത് ഡിപ്പെൻസ്. രണ്ടും നമുക്കൊരു ടൈം, ഒരു പീരീഡ് കഴിഞ്ഞാൽ രണ്ടും മടുക്കും. അപ്പൊ മാറി മാറി പഠിക്കുമ്പോൾ നമുക്ക് ചേഞ്ച് ആവും. ഒരെണ്ണത്തിൽ ഒരിക്കലും സ്വിച്ച് ചെയ്ത് ലൈക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യണം. കാരണം എപ്പോഴും ഒന്നേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മടുക്കും അത്. അപ്പോ അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ചൂസ് ചെയ്യണം. 1 ഇയറുള്ള കോഴ്സ് അല്ലേ, അപ്പൊ നമുക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ അല്ലെ. യെസ്. അപ്പൊ നെക്സ്റ്റ് ചോദിക്കണേ, ഇത്തിരി കോമഡിയാ, ലോണ്ടറി ഓർ സ്വയം അലക്കൽ? ഇരുന്നത് ഇഷ്ടമൊന്നുമില്ല, പക്ഷേ നമ്മൾ സ്വയമാണ് ചെയ്തിരുന്നത്. ലോണ്ടറി സ്വയം അലക്കലായി പറ്റൂല. അഗൈൻ ഫൈനലി, സൈലന്റ് ആയിട്ട് പഠിക്കുന്ന ടീമാണോ അതോ ഉറക്കെ വായിച്ച് പഠിക്കുന്ന ടീമുകളായിരുന്നു? ഉറക്കെ വായിച്ച് പഠിക്കുന്ന ആളായിരുന്നു, പക്ഷെ അവിടെ വന്ന് സൈലന്റ് ആകേണ്ടി വന്നു. ഞാന് നല്ല ഉറക്കനെ വായിച്ച് പഠിക്കുന്ന ടീമാ. പിന്നെ സൈലന്റ് ആയി പഠിച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് ആ ഒരു മോഡൽ എക്സാം ടൈം ആയപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ അങ്ങനെ ഇതായിട്ടുണ്ട്. ഞാൻ വീട് മാറി അങ്ങനെ പഠിച്ചു.
ഞാനും സൈലന്റ് ആയിട്ട് ഞങ്ങള്, പക്ഷെ എനിക്ക് ഉറക്കെ വായിക്കുന്ന കേട്ടാൽ എനിക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഞാൻ രണ്ട് രീതിയിലും പഠിക്കുമായിരുന്നു. അപ്പം സിറ്റുവേഷൻ അനുസരിച്ച് റെഫറൻസ് ഒക്കെ പോവുകയാണെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ വായിച്ചു പഠിക്കും. ഞാനും അതേപോലെ രണ്ട് രീതിയിലും. അപ്പോ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് കുറെ മെസ്സേജസ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് ഒപ്പമുള്ള റൂംമേറ്റ് സൈലന്റ് ആണോ, അല്ലെങ്കിൽ ഭയങ്കര ഒച്ച വെച്ച് പഠിക്കുന്നതാണോ, അതല്ല, അതെ, അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റേതായ രീതിയിൽ പഠിക്കണം അല്ലെ? ഓക്കെ. അപ്പൊ ഇവര് ഇത്തിരി കൂടി മിടുക്കി കുട്ടികളായതുകൊണ്ട് നമുക്ക് ഒരു സെഷനും കൂടി വെക്കാം. ഓക്കെ. ഒരു ഇത്തിരി കൂടി ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ കൂട്ടത്തില് കുറെ ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ. അപ്പൊ കൂട്ടത്തിലെ ഫുഡി ആരാണ്? അങ്ങനൊന്നുമില്ല. ഫർഹീന്റെ പ്രത്യേകത ഞങ്ങൾ രണ്ടുപേരും നമ്മൾ റൂം മാറി കയറി എപ്പോഴും നൈറ്റ് C20 നോക്ക് ഉണ്ടാവും. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പാ ഫർഹീനായിരിക്കും. എന്തെങ്കിലും കഴിക്കാനുണ്ടോ? സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണല്ലേ? ഓക്കെ. അപ്പൊ കൂട്ടത്തിലെ തൊട്ടാവാടി ആരാണ്? ആരുമില്ല, എല്ലാരും ഉരുക്ക് വനിതകളാണോ? അല്ല, നമ്മളൊക്കെ കരയേ. കഴിയേണ്ട ആവശ്യം എന്തേലും വന്ന ഉടനെ കറിയുന്ന ടീംസ് ആരെങ്കിലും ഉണ്ടോ? എല്ലാ സിംഗികളാട്ടോ, ആരും തൊട്ടവാടികൾ ആരും ഇല്ലായിരുന്നു. ആണല്ലേ? കൂട്ടത്തില് അലമ്പൻ അല്ലെങ്കിൽ അലമ്പി ആരാ? എല്ലാവരും ചേർന്നാൽ ഒരുപോലെ അലമ്പ്. ഗ്യാങ് കൂടിയാലാണ് പ്രശ്നം. അങ്ങനെ പറയാം, കൂട്ടത്തിൽ കൂടിയാലും പോയി. ആ ഒരു കാര്യത്തില് ഭയങ്കര ഒത്തൊരുമയാ. ഇനി കൂട്ടത്തിലെ ഒരു സിംഗം, ഒരു അഭിനയ സിംഗം എന്നോ അല്ലെങ്കിൽ എല്ലാത്തിലും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരാള്. ആൽഫിയൻ ഇടയ്ക്ക് തോന്നാറുണ്ട്. ആൽഫിയ അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ട് ആൽഫിയ ഇങ്ങനെ ഒരു സിംഗം. അപ്പൊ അത്ര പോരെ? ഇനി കണ്ടിന്യൂ ചെയ്താൽ എനിക്കറിയാം കുറെ കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും അല്ലെ? ഓക്കെ. അപ്പൊ ശരി. അപ്പൊ എന്താണ് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറെ അടിപൊളി ഫ്രണ്ട്ഷിപ്പും അതിന്റെ കൂടെ തന്നെ പഠിത്തവും അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. എല്ലാവരുടെയും ഫ്യൂച്ചറിന് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.